ഭാരതത്തിന്റെ വിദ്യാഭ്യാസ സംസ്കാരം രൂപപ്പെടുത്തിയ മിക്ക ആദ്യകാല കോൺവെന്റ് സ്കൂളുകളുടെ പിറവിക്ക് പിന്നിലും ഇന്നത്തെ തലമുറ അറിയാത്ത അവിശ്വസനീയമായ ത്യാഗത്തിന്റെ കഥകൾ പറയാനുണ്ടാവും. 173 വർഷങ്ങൾ പഴക്കമുള്ള ബീഹാറിലെ ആദ്യ കോൺവെന്റ് സ്കൂൾ എന്ന പദവിയുമായി തല ഉയർത്തി നിൽക്കുന്ന പാട്നയിലെ സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിന്റെ അത്ഭുതകരമായ ചരിത്രവും വളർച്ചയും പങ്കുവയ്ക്കുകയാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഈ അധ്യായത്തിൽ. ഇത് ബീഹാറിന്റെ മണ്ണിൽ കാർഷിക വിപ്ലവം സൃഷ്ടിച്ചൊഴുകുന്ന പവിത്രമായ ഗംഗാനദി. ഭാരതീയ പാരമ്പര്യത്തിൽ ആധ്യാത്മികതയുടെ അലകൾ ഉയർത്തിയൊഴുകുന്ന ഗംഗാ നദീ തീരത്ത് ഒരു പ്രകാശ ഗോപുരം പോലെ പ്രശോഭിക്കുന്ന ഈ കലാലയം അതിന്റെ ഇതിഹാസ തുല്യമായ ചരിത്ര പെരുമ കൊണ്ടും ഒരു കൂട്ടം സന്യാസിനിമാരുടെ സമാനതകളില്ലാത്ത സമർപ്പിത നിയോഗം കൊണ്ടും വിസ്മയിപ്പിക്കുകയാണ്. ഇന്ന് 4000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ ക്യാമ്പസിന്റെ പിറവി ഒരു കടങ്കഥ പോലെ അവിശ്വസനീയം. 1852 കാലഘട്ടം. അന്നത്തെ പാട്ന ബിഷപ്പായിരുന്ന ബിഷപ്പ് ഹാർട്ട്മാന്റെ താല്പര്യപ്രകാരം ജർമ്മനിയിലെ മ്യൂണിക് രൂപതയിൽ നിന്നും 5 കന്യാസ്ത്രീമാർ ബോംബെ തീരത്ത് കപ്പലിറങ്ങുന്നു. അവിടെ നിന്നും 1300-ലധികം കിലോമീറ്റർ അകലെയുള്ള പാറ്റ്നയിൽ മിഷൻ പ്രവർത്തനത്തിനെത്തിയ അവർ മോട്ടോർ വാഹന യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ഒരു കാളവണ്ടിയിൽ പാറ്റ്നയ്ക്ക് പുറപ്പെടുന്നു. സെപ്റ്റംബറിൽ തുടങ്ങിയ യാത്ര 1300 കിലോമീറ്ററുകൾ പിന്നിട്ട് പാറ്റ്നയിലെത്തിയത് പിറ്റേ വർഷം ഫെബ്രുവരിയിൽ. ബീഹാറിലെ ആദ്യ കോൺവെന്റ് സ്കൂളിന് അങ്ങനെ തുടക്കമായി. എന്നാൽ പാറ്റ്നയിലെത്തിയ ആദ്യ 5 മിഷണറിമാരിൽ 3 പേരും ആദ്യ 5 വർഷത്തിനുള്ളിൽ പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിക്കാനാവാതെ മരണത്തിന് കീഴടങ്ങി എന്നത് ഈ സ്കൂളിന്റെ സ്ഥാപന ചരിത്രത്തിലെ കണ്ണീരോർമ്മയാണ്. 1.25 നൂറ്റാണ്ടിനു ശേഷം ഈ കലാലയം സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കലാലയങ്ങളിൽ ഒന്നായി വളർന്നത് അവരുടെ സഹന ജീവിതത്തിന് കാലം കരുതിവെച്ച പ്രതിസമ്മാനം. കോൺഗ്രിഗേഷൻ ഓഫ് ജീസസ് എന്ന സന്യാസിനി സമൂഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ക്യാമ്പസിൽ ICSE സ്റ്റേറ്റ് ബോർഡ് സിലബസുകളിലായി 4000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. ബീഹാർ രാഷ്ട്രീയത്തിലെ അതികായകൻ ലാലു പ്രസാദ് യാദവിന്റെ കൊച്ചുമകൾ ഉൾപ്പെടെ പഠിച്ചിറങ്ങിയ ഈ പെൺപള്ളിക്കൂടം തലസ്ഥാന നഗരിയിലെ പ്രമുഖരുടെ ആദ്യ ചോയ്സാണ്. രാവിലെ സ്കൂൾ അസംബ്ലിക്ക് മുമ്പ് കുട്ടികളോടൊപ്പം ഒരു സെൽഫി. ആദ്യം കാണുന്നതാണ് എങ്കിലും ഫ്രെയിമിലേക്ക് കുട്ടികൾ ആവേശത്തോടെ ഇടിച്ചു കയറുകയായിരുന്നു. അസംബ്ലി തുടങ്ങുന്നത് തന്നെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിയാണ്. ഭാരതത്തിൽ IAS IPSകാരെ വാർത്തെടുക്കുന്നതിൽ മുൻപന്തിയിലുള്ള ബീഹാറിലെ ഈ ഇളം തലമുറയോട് ഭാവിയിൽ സിവിൽ സർവീസ് തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പകുതിയോളം കുട്ടികൾ ആവേശത്തോടെ കൈപൊക്കി. ഭാവിയിൽ നമ്മുടെയൊക്കെ ജില്ലാ കളക്ടർമാരാകാനുള്ളവർ ആരെങ്കിലുമൊക്കെ ഈ കൈപൊക്കിയുടെ കൂട്ടത്തിൽ ഉണ്ടാവാം. ഈ സ്കൂളിലെ മലയാളം പേരുള്ള ഒരേ ഒരു കുട്ടിയാണിത്. Because this is the best school in Patna. And the teachers are very helpful. They are caring and supportive. ഇത്രയും പ്രമുഖ കലാലയമായിരുന്നിട്ടും പ്രിൻസിപ്പലിന്റെ മുറിയിൽ ഉൾപ്പെടെ സന്യാസോചിതമായ ലാളിത്യം കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. വരാന്തകൾ ടൈലോ മാർബിളോ ഒന്നും വിരിക്കാതെ സിമന്റ് തറകൾ. എന്നാൽ ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച ശീതീകരിച്ച വിശാലമായ ഓഡിറ്റോറിയം കൗതുകമുളവാക്കി. മെയിൻ ക്യാമ്പസിൽ നിന്ന് ഉയർത്തു നിൽക്കുന്ന കിൻഡർ ഗാർഡൻ സെക്ഷനിൽ മാത്രം 800-ലധികം കുട്ടികൾ പഠിക്കുന്നു. PKGയിൽ ഒരു വർഷം അഡ്മിഷൻ തേടിയെത്തുന്നവർ 1000-ലധികമാണ്. ഈ സന്യാസ സമൂഹത്തിൽ അരനൂറ്റാണ്ടിലധികമായി സേവനം ചെയ്യുന്ന കുടുംബക്കാരിയായ മേരി ക്ലാരിറ്റയെ സന്ദർശിക്കുവാനാണ് ബന്ധുവായ കപ്പൂച്ചിൻ നവവൈദികൻ ബിബിനച്ചനോടും ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന സഹോദരി സൂന CMCയോടുമൊപ്പം പട്നയിലെത്തിയത്.